പശ്ചിമേഷ്യൻ യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ അമേരിക്കയ്ക്ക് നിർണായക സന്ദേശവുമായി ഇറാൻ രംഗത്ത്. യുഎസുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുന്നത് അസാധ്യമല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. എന്നാൽ അതിന് അമേരിക്ക ആദ്യം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. അവിടെ സമ്മർദ്ദ തന്ത്രം ഉപേക്ഷിക്കുക. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് അരാഗ്ചിയുടെ പ്രതികരണത്തിൽ നൽകിയിരിക്കുന്നത്. സമ്മർദ്ദം ചെലുത്തുന്നത് ഫലം ചെയ്യില്ല എന്നതാണ് വ്യക്തമാക്കിയത്. പകരം അമേരിക്ക വിശ്വാസം വളർത്തുകയും ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിക്കുകയും ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കുകയും നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും വേണം എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ആവശ്യമായി പറയുന്നത്. അരാഗ്ചിയുടെ ഈ പ്രതികരണം പുറത്തു വന്നത് നിർണായകമായ ഒരു നയതന്ത്ര നീക്കത്തിന് പിന്നാലെയാണ്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ആകട്ടെ ടെഹ്റാൻ സന്ദർശിച്ച് അരാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയും അതിന്റെ ഭാഗമായി തന്നെ ഖത്തർ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിലയിരുത്തപ്പെടുന്നു എന്നതും ഖത്തർ പ്രധാനമന്ത്രിയുമായി തന്നെ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തിയതായും അരാഗ്ചി പറയുന്നുണ്ട്. ഇതോടെ ഒരു കാര്യം വ്യക്തമാണ്: യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര വാതിൽ ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടില്ല. എന്നാൽ ഈ വാതിൽ തുറക്കാനുള്ള താക്കോൽ അമേരിക്കയുടെ കൈകളിലാണ് എന്നതാണ് ടെഹ്റാന്റെ സന്ദേശം. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളിലും സമ്മർദ്ദ തന്ത്രങ്ങളും തുടരുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സാമ്പത്തികമായി തന്നെ സമ്മർദ്ദത്തിലാക്കുന്നതിലൂടെ തന്നെ ഇറാനെ ചർച്ച മോശമായി തന്നെ കൊണ്ടുവരാനുള്ള അമേരിക്കൻ ശ്രമങ്ങളിലുള്ള മറുപടിയായാണ് അരാഗ്ചിയുടെ വാക്കുകൾ ഇവിടെ വിലയിരുത്തുന്നത്. അതേസമയം മാസങ്ങളായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്കും ഇതുവരെയും നിർണായക ഫലം കാണാനായിട്ടില്ല. ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒമാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥരുമായി തന്നെ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഒരു ടെഹ്റാൻ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ഒരു വശത്ത് അമേരിക്ക ഇറാനെ സാമ്പത്തികമായി തന്നെ സമ്മർദ്ദത്തിലാക്കുന്നു. മറുവശത്ത് ഇറാൻ പറയുന്നത് സമ്മർദ്ദം അവസാനിപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാന ചോദ്യം യുദ്ധം തുടരുമോ എന്നത് മാത്രമല്ല, അമേരിക്ക സമ്മർദ്ദം കുറച്ചുകൊണ്ട് വിശ്വാസ നിർമ്മാണത്തിലേക്ക് നീങ്ങുമോ എന്നതാണ്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകുമോ? 6 മാസത്തെ സംഘർഷത്തിന് ശേഷം നയതന്ത്രത്തിന് വീണ്ടും അവസരം ലഭിക്കുമോ എന്നത് പശ്ചിമേഷ്യയെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കങ്ങൾ കൂടുതൽ ശക്തമാവുകയും മാത്രമല്ല ഇവിടെ അമേരിക്കയുമായുള്ള സന്ദേശം കൂടുതൽ വ്യക്തമാക്കുകയാണ്. അരാഗ്ചി ഇവിടെ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്, അതായത് അമേരിക്ക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ സമ്മർദ്ദം ഉപേക്ഷിച്ചുകൊണ്ട് ചർച്ചയുടെ വാതിൽ തുറക്കാം എന്നും 6 മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ തന്നെ സമാധാനത്തിലേക്കുള്ള വഴി ഇവിടെ തുറക്കാൻ ഇതിലൂടെ തന്നെ സാധിക്കുമെന്ന ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.